ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിവേഗത്തിലുള്ള വളർച്ച ഇന്ന് ഒരല്പം ഭീതിയോടെ അമേരിക്ക നോക്കിക്കാണുകയാണ്. ഇന്ത്യക്കും ചില ആശങ്കകൾ ഇക്കാര്യത്തിൽ ഇല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഉണ്ട്. സത്യത്തിൽ ഇന്ത്യ 80കളിലും 90കളിലുമൊക്കെ ചൈന സ്വീകരിച്ച അതേ നയം ചൈനയോടും അമേരിക്കയോടും സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണിത്. അതായത് ഇപ്പോൾ നമ്മൾ ചൈനയെയോ അമേരിക്കയോ വെല്ലുവിളിക്കാൻ പോകുന്നതിന് പകരം ചൈന ഏതാണ്ട് ഒരു 3-4 പതിറ്റാണ്ട് മുമ്പ് ചെയ്ത അതേ തന്ത്രം നമ്മളിപ്പോൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എക്കണോമിക് ഗ്രോത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് നയതന്ത്ര തലത്തിൽ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ ശ്രമിക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന മത്സരം ഒരർത്ഥത്തിൽ ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാണ്. ചൈന ഇന്ന് അവരുടെ പ്രധാന എതിരാളിയായിട്ട് ഇന്ത്യയെ കാണുന്നില്ല. കാരണം ഇന്ത്യയുമായിട്ടൊരു പ്രശ്നം വേണ്ടെന്ന് തന്നെയാണ് ചൈനയും ആഗ്രഹിക്കുന്നത്. ഒരു യുദ്ധമായിരുന്നു അവർ ആഗ്രഹിച്ചതെങ്കിൽ 2020 ശേഷം അത് നടക്കുമായിരുന്നു. ഗാൽവാനിൽ ഇന്ത്യക്ക് ഉണ്ടായതിനേക്കാൾ കൂടുതൽ കാഷ്വാലിറ്റി ചൈനയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് റഷ്യയുടെ ഏജൻസികളും US ഏജൻസികളും സ്ഥിരീകരിച്ച കാര്യവുമാണ്. ഈ സാഹചര്യത്തിൽ ചൈനയ്ക്ക് വേണമെങ്കിൽ ഇന്ത്യയുമായിട്ടൊരു മുഴുവൻ യുദ്ധത്തിലേക്ക് പോകണമെന്നായിരുന്നെങ്കിൽ ആ സമയത്തൊക്കെ സാധിക്കുമായിരുന്നു. സോ ചൈന ഇന്ത്യയുമായിട്ടൊരു യുദ്ധമോ കാര്യങ്ങളോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഇന്ത്യയുമായി ചില പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതുപോലെ. ഇന്ത്യയുടെ വളർച്ചയിൽ അവർക്ക് അസ്വസ്ഥതയുണ്ട്. അതിനൊക്കെ അവരെ കൊണ്ട് പറ്റും പോലെ അവർ ചെയ്യും. പക്ഷേ അതിനെ തടയാനും നമ്മൾ ശ്രമിക്കും. എന്നാൽ ഒരു മുഴുവൻ യുദ്ധമോ മത്സരമോ തൽക്കാലം ഇന്ത്യയോട് ചൈനയ്ക്കില്ല. അതിന്റെ പ്രധാന കാരണം നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത് ചൈനീസ് മിലിറ്ററി സ്ട്രെങ്തുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴും ചൈനയുടെ താഴെ തന്നെയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സോ അവർക്ക് മാച്ച് ചെയ്യേണ്ടത് US അപ്പൊ അവർ മത്സരിക്കുന്നത് US തന്നെയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചൈനയ്ക്കും നാശനഷ്ടം ഉണ്ടാകും, ഇന്ത്യക്കും ഉണ്ടാകും. അതൊരു ആത്മഹത്യാപരമായ തീരുമാനമാണെന്ന് ചൈനയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അതിലേക്കുള്ള സാധ്യത തൽക്കാലത്തേക്കില്ല. എന്തായാലും ഒരു 10 വർഷത്തേക്ക് ഒരു വലിയ യുദ്ധം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഈ 10 വർഷം വിശേഷിച്ച് ചൈനയ്ക്ക് അവരുടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകൃതമായിട്ട് 100 വർഷം തികയുന്ന അവരുടെ ഒരു 2049 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 100 വർഷം തികയുന്ന സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയുന്ന 2047 വളരെ പ്രധാനമാണ്. ഈ കാലയളവ് വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് തന്നെയാവും രണ്ട് രാജ്യങ്ങൾക്കും നല്ലത്. ഒരുപക്ഷെ അതുകൊണ്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകാം. എന്നാൽ അമേരിക്കയുമായിട്ടുള്ള ചൈനയുടെ മത്സരം ഇന്ത്യക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ചൈന വർദ്ധിച്ചു വരുന്ന ചൈനയുടെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു നീക്കമാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ചൈന ഒരു പുതിയ അവരുടെ ഒരു എയർക്രാഫ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിലാണ് ലോകം ഇതിനെ കാണുന്നത്. ഒന്ന്, ലോകത്തിനൊരു സൂചന കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മെസ്സേജിന്റെ ഭാഗമായിട്ട് കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ഒന്ന് ജസ്റ്റ് വെളിയിൽ ഇറക്കിയതാണ്. അത് അതിന്റെ നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിലായിരിക്കാം. പല വിദഗ്ധരും പറയുന്നത് ഇത് ഒരു പ്രോട്ടോ ടൈപ്പ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കാം എന്നാണ്. ഇനി അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കരുതും പോലെ ചൈനയുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 6th ജനറേഷനിൽ വരുന്ന ഒരു എയർക്രാഫ്റ്റ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാകാം. സോ ഇക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ വരുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇപ്പോ നമ്മളെ മാധ്യമങ്ങളിൽ പറയുന്നത് J-36 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു 6ാം തലമുറയിൽപ്പെടുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. നമുക്കറിയാം ഇന്ന് ലോകത്ത് 5th ജനറേഷൻ വരെയുള്ള എയർക്രാഫ്റ്റുകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. US കയ്യിലുള്ള F-22, F-35, ചൈനയുടെ കയ്യിലുള്ള J-20, J-35, അതുപോലെ റഷ്യയുടെ കയ്യിലുള്ള Su-57, പിന്നെ എനിക്ക് തോന്നുന്നു Su-75 എന്ന് പറയുന്ന ഒരു മോഡൽ കൂടിയുണ്ട്. സോ അത് 2025 അല്ലെങ്കിൽ 2026 ആയിരിക്കും പൂർണ്ണമായിട്ടും പുറത്തിറങ്ങാം. സോ ഇതൊക്കെയാണ് ഇപ്പം നിലവിലുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ. എന്നാൽ ചൈന അമേരിക്കയ്ക്ക് മുമ്പ് 6ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അത് ഇന്ത്യക്കും വലിയ ഭീഷണിയാണ്. 5ാം തലമുറ യുദ്ധവിമാനം തന്നെ റഡാറുകളെ കബളിപ്പിക്കാനും ആക്രമണങ്ങൾ നടത്താനും ഒക്കെ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളാണ്. 6ാം തലമുറ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം അതിന്റെ പ്രത്യേകതകൾ, എന്ത് തരം ക്യാപ്പബിലിറ്റി അതിനുണ്ടെന്നുള്ള കാര്യം നമുക്കിപ്പോഴും പറയാൻ കൂടി പറ്റില്ല. അത് ചൈനയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. സോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മൾ ആക്ച്വലി ട്രാപ്പിൽ കിടക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടൊരു എഞ്ചിൻ ഇപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചൈന ആക്ച്വലി അവരുടെ J-20 എപ്പോഴാണ് ഇറക്കിയെന്നറിയോ? 2016 1950, 60, 70, 80, 90 ഈ സോവിയറ്റ് കാലത്ത് തന്നെ സോവിയറ്റ് യൂണിയന്റെ പല എയർക്രാഫ്റ്റുകളും ലൈസൻസിൽ ചൈന നിർമ്മിച്ചിട്ടുണ്ട്.
പിന്നീട് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെയും റഷ്യയിൽ നിന്ന് പൈസ കൊടുത്ത് ടെക്നോളജി വാങ്ങിച്ചുമൊക്കെ സെയിം എഞ്ചിനുകളും സെയിം എയർക്രാഫ്റ്റുകളും ചൈന പല പേരുകളിൽ ഉണ്ടാക്കി തുടങ്ങിയ പരിപാടിയാണ്. അതായത് 2016 ചൈനയ്ക്ക് J-20 എന്ന് പറയുന്ന 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 15 വർഷം മുമ്പെങ്കിലും അവർ അതിനു വേണ്ടിയിട്ട് കഠിനമായി പരിശ്രമം തുടങ്ങിയിരിക്കണം. അപ്പൊ അതായത് നമ്മളൊരു ഏറെക്കുറെ 2000-2005 അവർ നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടാണ് 2016 ആയപ്പോൾ അവർക്കൊരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പറ്റിയത്. അപ്പൊ അതിനൊന്ന് ഉപയോഗിച്ച എഞ്ചിനൊക്കെ റഷ്യൻ എഞ്ചിനാണ്. പിന്നീട് അതിനെയും റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ചൈനീസ് എഞ്ചിൻസിലേക്ക് ഇന്ന് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ പറ്റുന്നത്. സോ റഷ്യയുടെയും സോവിയറ്റ് യൂണിയന്റെയും സഹായത്തോടെ ആദ്യഘട്ടങ്ങളിൽ വേണ്ടിയിരുന്ന ബേസിക് ടെക്നോളജി, ക്രിട്ടിക്കൽ ടെക്നോളജീസ് സ്വന്തമാക്കുകയും പിന്നീട് അതിൽ കൂടുതൽ പരിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ട് തങ്ങളുടേതായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തതാണ് ചൈനയുടെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. ഈവൻ ചൈനീസ് ഗവൺമെന്റ് അവരുടെ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് അവരുടെ കൈവശം ധാരാളം ഈ ബോംബർ വിമാനങ്ങൾ പോലുമുണ്ട്. പലതും ഈ സോവിയറ്റ് ബോംബർ വിമാനങ്ങളാണ്. ഇതെല്ലാം ചൈന പിന്നീട് ലൈസൻസ് എടുത്ത്, സോവിയറ്റിൽ നിന്ന് ലൈസൻസ് എടുത്ത് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ലൈസൻസ് നേടിക്കൊണ്ട് അവരുടെ രാജ്യത്ത് നിർമ്മിക്കുകയും പിന്നീട് പല പേരുകൾ അതിന് കൊടുക്കുകയും ഒക്കെ ആയിരുന്നു ഉണ്ടായത്. സോ ഇന്നിപ്പോ ചൈന 6th ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതുണ്ടാക്കുന്ന ഒരു സുരക്ഷാ ഭീഷണി ഇത്രത്തോളം വലുതാണ്. നമ്മുടെ ഇന്ത്യയോ നമ്മുടെ AMCA പ്രോജക്റ്റിന്റെ സ്റ്റാറ്റസ് നമുക്കറിയില്ല. അത് തീർച്ചയായും നടക്കുന്നുണ്ടാവും, അതീവ രഹസ്യമായിട്ടായിരിക്കാം. പക്ഷേ എഞ്ചിൻ എവിടെ നിന്ന് കിട്ടും? ഇന്ത്യ സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം ഈ US നിന്നാണ് നമ്മുടെ തേജസ് വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ നമ്മൾ വാങ്ങുന്നത്. ഇവരാണെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇതിനെ വൈകിപ്പിക്കുകയാണ് ഈ എഞ്ചിൻ കൈമാറുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് US തന്നെയാണ് ഫസ്റ്റ് നമുക്ക് AMCA പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള AMCA നമ്മുടെ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള എഞ്ചിൻസ് സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നതും US ആണ്. സോ അത് എന്താണെന്നുള്ളത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം ഇന്ത്യക്ക് ഫ്രാൻസ് എഞ്ചിൻ ടെക്നോളജി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയും US ഇടപെട്ട് അതിനെ തടയുമോ എന്നുള്ള സംശയമുണ്ട്. ഇന്ത്യക്ക് ഒരിക്കലും ഈ യുദ്ധവിമാനങ്ങളുടെ ടെക്നോളജി കിട്ടരുത് എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ചൈന ചെയ്യുന്നത് പോലെ നമുക്കും എയർക്രാഫ്റ്റുകൾ പൂർണ്ണമായിട്ടും നിർമ്മിക്കാൻ പറ്റും. ഇതിനകത്ത് വളരെ ഗൗരവമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ചൈനയുടെ കയ്യിൽ H-6 എന്ന് പറയുന്ന ബോംബർ വിമാനങ്ങളുണ്ട്. ഇത് 1950കളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സോവിയറ്റ് ഈ ബോംബർ വിമാനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചൈന വികസിപ്പിച്ചെടുത്ത എയർക്രാഫ്റ്റുകളാണ് ഈ ബോംബർ വിമാനങ്ങൾ. അത് ഏകദേശം ഒരു 230 എണ്ണം വരെ ചൈനയുടെ കയ്യിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. 2030 ചൈന H-20, അതായത് ഇതിന്റെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു വെർഷൻ, ഇത് പൂർണ്ണമായിട്ടും അവർ നിർമ്മിക്കുമെന്നും അത് ഓപ്പറേഷണൽ ആകുമെന്നുമാണ് പെന്റഗണിന്റെ ഒരു റിപ്പോർട്ട് പറയുന്നത്. അമേരിക്കയ്ക്ക് അത്യാവശ്യം പേടിയുണ്ട് ഇക്കാര്യത്തിൽ. ചൈനയുടെ കയ്യിൽ മോഡേൺ ആയിട്ടുള്ള ബോംബർ വിമാനങ്ങൾ വരുന്നത് അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ US-ന്റെ കയ്യിൽ B-52 എന്ന് പറയുന്ന ബോംബർ വിമാനങ്ങളുണ്ട്. ഏകദേശം 755 എണ്ണം വരെ അത് നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. അത് ഇത്തിരി പഴയതാണ്, 1952 ശേഷം അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒന്നാണ്. എന്നാൽ ഏകദേശം B-52H എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ബോംബർ വിമാനങ്ങൾ ഏകദേശം 76 എണ്ണം വരെ US നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 2023 മുതൽ അത് സർവീസിലുണ്ട്. അത് ഇതിന്റെ ഒരു മോഡേൺ വേർഷനാണ്. B-21 എന്ന് പറയുന്ന മറ്റൊരു സ്റ്റെൽത്ത് ബോംബർ എയർക്രാഫ്റ്റ് US-ന്റെ കയ്യിലുണ്ട്. അത് 2023 അതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ US-നെ ഫോളോ ചെയ്ത് തന്നെ ചൈനയും എന്ത് ചെയ്യാണ്, പുതിയ പുതിയ ബോംബർ വിമാനങ്ങളും എയർക്രാഫ്റ്റുകളും ഒക്കെ കണ്ടെത്തുകയാണ്. ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ചൈനയുടെ കൈവശം J-20 വിമാനങ്ങൾ ഏകദേശം ഒരു 300 എണ്ണം വരെ ഉണ്ട്. അതായത് ഇതൊരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. ഇതിന് ചില പോരായ്മകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി 5ാം തലമുറ എയർക്രാഫ്റ്റ് ആണ്. സോ ഇത് 300 എണ്ണം ചൈനയുടെ കയ്യിലുണ്ട്. മാത്രമല്ല മാസ് പ്രൊഡക്ഷൻ ആണ് ചൈന നടത്തുന്നത്. അതായത് 2030 ഈ 300 എന്നുള്ളത് 800 ആക്കി മാറ്റുക എന്നതാണ് ചൈനയുടെ ആദ്യത്തെ ലക്ഷ്യം. 2035 ഇത് 1500 ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇത് കൂടാതെ ചൈനയുടെ കയ്യിൽ ഈ J-11 അല്ലെങ്കിൽ J-11S എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. ഇത് Su-27 നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ചൈന നിർമ്മിച്ചെടുത്താണ്. സോ അതിനെയൊക്കെ ഇപ്പൊ റീപ്ലേസ് ചെയ്തിട്ട് ചൈന J-20 അവിടെ കൂടുതലായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ F-35ന്റെ അതേ മാതൃകയിൽ J-35 എന്ന് പറഞ്ഞിട്ട് ഒരു 5ാം തലമുറ യുദ്ധവിമാനം കൂടി ചൈന നിർമ്മിക്കുന്നുണ്ട്. സോ ഇതും മാസ് പ്രൊഡക്ഷൻ നടത്താനാണ് ചൈനയുടെ തീരുമാനം. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഫാക്ടറി ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര വലുതാണ്. സോ മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ഈവൻ US-ന് പറ്റാത്ത അത്രയും എണ്ണം നിർമ്മിക്കാൻ ചൈനയ്ക്ക് പറ്റും. ഇതിന്റെ അമേരിക്കത്തിൽ കാണുന്ന അപകടം എന്താണെന്ന് അറിയോ? അമേരിക്കയുടെ കയ്യിൽ F-22 വെറും 180 എണ്ണമാണുള്ളത്. ചൈനയുടെ കയ്യിൽ J-20 ഓൾറെഡി ഏകദേശം
300-ന് മുകളിലുണ്ട്. F-35 ഒരു 600 എണ്ണം വരെ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് US-ന്റെ കയ്യിൽ. ഇതിനെ മറികടക്കാനാണ് മാസ് പ്രൊഡക്ഷൻ ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച എയർക്രാഫ്റ്റുകൾ എന്ന് പറയാവുന്നത് ഒന്ന് Su-30 MKI എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ആണ്. ഒരു 4th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണിത്, നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയത്. പക്ഷേ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന എയർക്രാഫ്റ്റ് തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ളത് റഫേൽ യുദ്ധവിമാനങ്ങളാണ്. അത് ഒരു 36 എണ്ണമേ നമ്മുടെ കയ്യിലുള്ളൂ, 40-ൽ താഴെ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലുള്ള എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ തേജസ് യുദ്ധവിമാനങ്ങളുണ്ട്. പിന്നെ കൂടാതെ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള പഴയ കുറെ എയർക്രാഫ്റ്റുകളും നമ്മുടെ കയ്യിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഒരു 36 റഫേൽ യുദ്ധവിമാനങ്ങളും ഒരു 31 മൾട്ടി റോൾ നമ്മുടെ തേജസ് MK-1 യുദ്ധവിമാനങ്ങളും സുഖോയി Su-30 MKI ഒരു 259 എണ്ണവുമാണ് നമ്മുടെ കയ്യിൽ പ്രധാനമായിട്ടുള്ളത്. MiG-21 ഒരു 52 എണ്ണം ഉണ്ട്. മിറാഷ് 2000 ഒരു 37, പിന്നെ അതിന്റെ വേറൊരു വേരിയന്റ് ഒരു 10 എണ്ണം ഉണ്ട്. പിന്നെ ഈ MiG-29 തന്നെ വേറൊരു വേരിയന്റ് ഒരു 7 എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ. ജാഗ്വർ ഇന്ത്യയിൽ ചില വേരിയന്റുകളെല്ലാം കൂടെ ചേർത്ത് ഒരു 100-ന് മുകളിൽ ജാഗ്വർ യുദ്ധവിമാനങ്ങളുണ്ട്. അതുപോലെ തന്നെ MiG-21 ഒരു 40 എണ്ണം ഉണ്ട്. സോ അതിൽ മിഗ് സീരീസിൽ പെടുന്ന ഈ യുദ്ധവിമാനങ്ങളൊക്കെ അത്യാവശ്യം പഴയതാണ്. അപ്പൊ അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും സ്ട്രോങ് എന്ന് പറയാവുന്നത് സുഖോയി Su-30 MKI ആണ്. ഇത് വേൾഡിലെ 1ാം തരം ഒരു എയർക്രാഫ്റ്റ് ആണ്, തർക്കമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ അതിനും മുകളിലാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും 5th ജനറേഷൻ എന്ന് പറയുന്നത്. അതും കഴിഞ്ഞ് ചൈന ഇപ്പോൾ 6th ജനറേഷനിലേക്ക് പോകുമ്പോൾ നമുക്കതൊരു സെക്യൂരിറ്റി ത്രെട്ട് തന്നെയാണ്, ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ഇത് തന്നെയാണ് ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് ഇത് ആശങ്കപ്പെടുത്തുന്ന കാര്യം. എന്നാൽ അതേ സമയത്ത് തന്നെ അമേരിക്കയെ പോലും ഇത് ഭയപ്പെടുത്തുന്നു എന്നുള്ളത് പെന്റഗൺ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ഒക്കെ ചൈന നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കൊരു ഭീഷണി തന്നെയാണ്. സോ തൽക്കാലം ഇന്ത്യക്ക് ഒറ്റ വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം 2016 ചൈന J-20 ഇറക്കിയെന്ന് പറയുമ്പോൾ, സ്വന്തമായിട്ട് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഇറക്കി എന്ന് പറയുമ്പോൾ, ഇന്ത്യക്ക് അപ്പോഴ് നമ്മുടെ തേജസ് പോലും പൂർണ്ണമായിട്ട് അന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതാണ് നമ്മളും ചൈനയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ചൈന ഏകദേശം ഒരു 10, 30, 40 വർഷം കൊണ്ട് നേടിയെടുത്തതാണ് ഇന്നീ കാണുന്ന അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനോട് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൈനയേക്കാൾ വേഗത്തിൽ എക്കണോമിക് ഗ്രോത്തും ചൈനയേക്കാൾ പ്ലാൻഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ ചൈനയുടെ ലെവലിലോട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ആക്ച്വലി ഫോക്കസ് ചെയ്യേണ്ടത് എക്കണോമിക് ഗ്രോത്തിലാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എക്കണോമിക്കലി ഗ്രോ ചെയ്യാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചൈന മാത്രമല്ല US-ഉം കൂടെ ചേർന്നിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. സോ ഇതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.